അതിന്റെ കമ്പി പൊട്ടോടാ. പിന്നെ നിങ്ങൾ എന്തിനിപ്പോ ഈ സൈക്കിളിന്റെ മുകളിൽ കയറി കളിക്കണ? വേറെ എന്തൊക്കെ കളിയുണ്ട് നിങ്ങക്ക്? കമ്പി പൊട്ടൂല. പിന്നെ ഞങ്ങൾക്കല്ല അറിയപ്പ അതിന്റെ കമ്പി പൊട്ടൂലെന്ന്. പൊട്ടിച്ച കമ്പിക്ക് എന്നെ പറയരുത്. അതാവുമ്പോ കളിക്കണ്ട. നിങ്ങളാവുമ്പോ മാറിക്ക് വേറെ എന്തെങ്കിലും കളിക്ക്. അതൊന്നും വേണ്ട. കബീർ മാമൻ എപ്പോഴാ വരിക? കബീർ മാമേ? ഏത് കബീർ മാമ? നമ്മുടെ ദുബായിലുള്ള കബീർ മാമ. ദുബായിലുള്ള കബീർ മാമേ? എടയക്ക ഓൻ ജയിലാണ്. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞത്? പിന്നെ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വാപ്പിച്ചി. എനിക്ക് കബീർ മാമ കളർ പെൻസിലും തോക്കും അവിടുത്തെ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ആരാ പറഞ്ഞപ്പോ എന്നോട് കബീർ മാമ പറഞ്ഞത്? ഉമ്മച്ചി അതിനല്ലേ കോഴി ഇറച്ചിയൊക്കെ മേടിച്ചിട്ടിരിക്കുന്നു. അതിനപ്പോ ഇവിടെ ബിരിയാണി ഉണ്ടാക്കണത്? അതെ. പാപ്പച്ചി ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞ് ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞേ. വേറെന്തേലും പറഞ്ഞ എന്നോട്? എന്നോട് കബീർ മാമ പറഞ്ഞ എന്തേലും ഒക്കെ കൊണ്ടുവരാന്ന്. കളർ പെൻസില്, തോക്ക്, അതൊക്കെ പറഞ്ഞുള്ളൂ. വേറെ വിശേഷമൊന്നും പറഞ്ഞില്ല അല്ലെ? കബീർ മാമ വരുമെന്ന് പറഞ്ഞു. ഉച്ചക്കൊക്കെ കാണുമെന്ന് പറഞ്ഞു. പാപ്പച്ചി അറിഞ്ഞില്ലല്ലോ. പറഞ്ഞേക്കോ ഓർമ്മ കിട്ടല്ലേ പെട്ടെന്ന്. അത് ശരി. അവനെ പറ്റിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ചിക്കൻ മേടിച്ചാന്നാ? ഓനക്ക് ചിക്കൻ മേടിച്ചത് അറിയാണ്ടാണ്. എന്ത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞോ? എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടാവും. ഇവിടെ അമ്മ വല്ലാണ്ട് കളിക്കണ്ടായിരുന്നാലും കേട്ടാ. നിങ്ങൾ വേറെ എന്തെങ്കിലും പോയി കളിച്ചോളി. നിങ്ങളെന്താ വെട്ടുപോത്തിനെ പോലെ ഇങ്ങനെ നോക്കണേ? എന്റെ പണി ഇതാണ്. പനക്കെന്താണ്? എന്താണക്കാ? ഒന്നുമില്ലാതെ. എന്നാ പിന്നെ നിങ്ങൾ ആ സവാള ഒന്ന് അരിഞ്ഞു നോക്കുക. പിന്നെ പണ്ട് സവാള ഇവിടെ പണി എന്താണ്? എന്താടി ഇത് പറഞ്ഞ്? ഇതിപ്പോ എന്റെ മൂത്താപ്പാടാ മോ കബീർ പറഞ്ഞ പിന്നെ കോഴിനെ മേടിപ്പിക്കാൻ പറഞ്ഞത്. ഈ ഒരുക്കത്തിന്റെ ഇടയ്ക്കൊക്കെ ഞാനങ്ങ് മറന്നുപോയി. ഇക്കാനോട് അക്കാര്യം പറഞ്ഞില്ലല്ലേ? പക്ഷെ 100 കൂട്ടം പണിയുടെ ഇടയിൽ കിടന്നിട്ട് വെട്ടി തീരണം. എന്റെ ഇടയിൽ വിളിച്ചിട്ട് എന്താണ്? ഒന്നുമില്ല, എന്റെ പണിയായി. എത്ര വർഷത്തിന് ശേഷമാണ് മൂപ്പര് വരുന്നേന്നറിയാമോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ? ഇതിപ്പോ കാണാനുള്ളത് എന്റെ കാലല്ലേ? കാണാൻ പത്രമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ല, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ഇന്നലെ രാത്രിയാണ് നാട്ടിലെത്തിയത്. ഇന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചിക്കണ്, മോളെ അന്നെ കാണാൻ വേണ്ടി വരണേന്ന്. എന്തുണ്ടാ ഇഷ്ടാണ്. പാവണ്ട്, നല്ല മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. എന്തോ കാര്യത്തിലൊക്കെ ഇങ്ങനെ കുടുങ്ങിപ്പോയതാണ് പാവം. അതിന്റെ ശുദ്ധ മനസ്സുണ്ട്. എന്താണ്? ഒന്നുമില്ല, എന്റെ പണി ഇതാണേ. അല്ല, നിങ്ങള് പരിചയപ്പെട്ടു കഴിഞ്ഞാലേ നിങ്ങൾക്കും പെരുത്ത് ഇഷ്ടാവും. എന്റെ ആയ ഇഷ്ടത്തോളം മതി. ഇപ്പൊ വല്ലാണ്ട് ഇഷ്ടപ്പെടുത്തണ്ട. നിങ്ങളിതൊന്നും ഇജി ചെയ്തോളിട്ടാക്ക്. ഇപ്പൊ എന്റെ കാക്ക് ഒരുക്കുമ്പോ ഒരുക്കാക്ക് നേരമില്ല. നിക്കണ്ടക്ക് അവിടെ 100 കൂട്ടം പണിയുള്ളടത്തുനിന്നാ വന്നെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്നത്. അല്ലാണ്ട് എനിക്ക് സവാള അരിയല്ലല്ലോ പണി ഇവിടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഈ കുപ്പായൊക്കെ ഒന്ന് മാറ്റി നിക്കി. ഇതിനായി
മൂപ്പര് വരുമ്പോ നല്ലൊരു കുപ്പായത്തിലൊക്കെ നിക്കണ്ടേ? എന്താ കബീർ ഇന്ന പെണ്ണാണോ വരിക? മാസം എന്നല്ല ഈ മാസം നാക്കണ്ട കാര്യമായിട്ട് പറഞ്ഞു തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ ഉപ്പായ മാറ്റി നിന്നിട്ട് വേണം അപ്പൊ അവനക്ക്. എന്നാ പിന്നെ ഈ ബിരിയാണി ഒക്കെ ആയിട്ട് വിളിക്കാം നിങ്ങളെ. എന്തിന് ഈ എന്റെ ആങ്ങളെ വരുമ്പോ ഞാൻ വെച്ച കഴിയുമ്പോ കൊടുത്താളി എന്നിട്ട് നിങ്ങള് സമാധാനമായിട്ട് തിന്നോളി. എന്തിനപ്പൊ ഈ ഇന്ന എന്താണ് ഇക്കൊന്നുമില്ലാണ്ട് ഇത് കത്തി മാറ്റ്. ഇനി അതിന്റെ തന്നെ തൂത്തി കെട്ടണ്ട, അല്ലാണ്ട് എനിക്ക് തന്നെ വെച്ചിട്ട് വയ്യപ്പോ. എന്താണ് നിങ്ങളോട് ഞാൻ പറയാൻ ഒരു ഇത്തിരി വൈകിപ്പോയി. കബീർക്കാന്റെ കാര്യം ഒത്തിരി ഒന്ന് വൈകിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇന്നൊരാൾ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഒരു അതിഥി വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? മനുഷ്യനെ ഓരോന്ന് പൂതിയാക്കിട്ട് ഒന്നുമില്ല. എന്റെ റസിയാച്ച എന്റെ പണി നോക്ക് മനസ്സിനെ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഉമ്മറത്ത് പോയിട്ട് ഒന്ന് വൃത്തിയാക്കി വെക്ക്. പിന്നെ എന്റെ വീട്ടുപണിക്ക് വന്നേക്കല്ലേ ഞാൻ ഇവിടെ. വീട്ടുപണിയല്ല, ഇനിയിപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വൃത്തിയാക്കണം. അവിടെ വൃത്തിയാക്കിയാൽ മതി, അല്ലേ അവിടെ കിടന്നോട്ടെ. ചിക്കന്റെ കാര്യമില്ല, കൊടക്കണ്ടഞ്ച് അവര് ഞാനും പറ്റില്ല. ഇനിയിപ്പോ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എന്നെ തിന്ന് കുത്തിയിരുന്നിട്ട് അറിഞ്ഞ് സംഗതിയൊക്കെ ഞാൻ അറിഞ്ഞ്. എന്ത് പണിയാടാ പരികുട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളുടെ ഒക്കെ നേരത്തെ നോക്കണ്ടേ? അപ്പം ആ ചെക്കന് വയസ്സെത്രയായി? വീട്ടിലെ 9ലാ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു 10-20 വയസ്സിട്ടായിട്ടാണ് ഈ കുട്ടി ഉണ്ടാവണ വെച്ചാൽ എന്ത് ചെയ്യും? ആ ഉണ്ടാവണ പെൺകുട്ടിയാണ് വിചാരിക്കുക. അപ്പോൾ അതിലേറെ പെട്ടില്ലേ നീ? ഇതാവും നല്ലട വാസുട്ടിയെ. പിന്നെന്താണ്? അല്ല കുഴപ്പമൊന്നുമില്ല. കുടുംബമാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ കുട്ടികളൊക്കെ ഉണ്ടാവും. ദൈവം തരിക, നമ്മൾ വാങ്ങുക, അങ്ങനെയല്ലേ? പക്ഷേ ദൈവം തരണ്ട് വിചാരിച്ചിട്ട് 10-60 വയസ്സ് വരെ കൈ നീട്ടി വാങ്ങരുത്. അത് മോശമാണ്. ഈ എന്തറിഞ്ഞിട്ടൊക്കെ ഈ പറയണത്? എന്താ നിനക്ക് പ്രശ്നം? ഒന്നുമില്ല. എന്തായാലും കുഴപ്പമുണ്ടോ? അത് ഓൾക്ക് ഇഷ്ടല്ല. എന്താണ്? അപ്പൊ ഇപ്പഴല്ലേ ഞാൻ അവിടെ നിന്ന് പോകുന്നത്? ഒരു ശല്യപ്പൊടി. അതെ, ഞാൻ പോയിട്ടുണ്ട് വരാം. വൈകുന്നേരത്ത് 2 കുപ്പിട്ടോ. ഈ തള്ളെ കൊണ്ട് മറിയും. വൈകുന്നേരത്ത് വരാട്ടാ. ചിരിയുടെ തരികിട മേളം പൂരം കുട്ടീസ് 3 കുട്ടീസ്.